الحمد لله الواحد القهار والعزيز الجبار مكبر الليل على النهار تذكرة لأولي الأبصار نحمده ونستعينه ونستغفر ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم ألهاكم التكاثر حتى زرتم المقابر ബഹുമാന്യരായ ആദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ റബ്ബുൽ ആലമീനായ റഹ്മാനായ അർഹമുർ-റഹീമീനായ അള്ളാഹുവിൻ്റെ കാരുണ്യങ്ങൾക്ക് അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ച് അള്ളാഹുവിനേറെയും ഇഷ്ടപ്പെട്ട അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട അടിമകളായി ജീവിക്കാൻ നാം ഓരോരുത്തരും കൃത്യമായി ശ്രദ്ധയോടെ ഹറാമുകളെ ഹലാലുകളെ വ്യവച്ഛേദിച്ചു മനസ്സിലാക്കി അള്ളാഹു നിശ്ചയിച്ച അതിർവരമ്പുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ മുഅ്മിനീങ്ങൾ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ മഹത്തരമായ ദീനിൻ്റെ നിർദ്ദേശങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പാലിക്കാൻ ഗൗരവമായി വസിയത്ത് കൂടെ ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഖുതുബകളിലൂടെ നമ്മൾ ധാരാളം കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു. എല്ലാ ആഴ്ചകളിലും പറയുന്നത് പോലെ തന്നെ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. സദസ്സിൽ പള്ളി കയറി വന്നിരുന്നവരൊക്കെ മുൻപിലെ സൊഫുകൾ ഓരോന്നും പൂർത്തിയാക്കിയിരിക്കുക. കസേരകളിൽ ഇരിക്കുന്നവർ ചുമരിനോട് ചാരി മറ്റുള്ളവർക്കൊരു പ്രയാസമാകാത്ത രൂപത്തിലേക്ക് നീങ്ങിയിരിക്കുക. ചാരി ഇരിക്കുക എന്നത് ഒരു ആരോഗ്യപരമായ പ്രയാസമുണ്ടെങ്കിൽ മാത്രമായി അത് ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളിലെ ഖുതുബകളിലൂടെ നാം പഠിച്ചു വന്നതും മനസ്സിലാക്കിയതും ചർച്ച ചെയ്തതുമൊക്കെ ജനായിസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു. ഒരു വ്യക്തിയുടെ മരണാനന്തര കർമ്മങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നും അതുമായി ബന്ധപ്പെട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ചു തന്ന സുന്നത്തുകളും പ്രവാചകൻ പഠിപ്പിക്കാത്ത കാര്യങ്ങളുമൊക്കെ എന്തൊക്കെയാണ് എന്നുള്ള ഒരു വിശദീകരണം നാം കഴിഞ്ഞ ദിവസങ്ങൾ നൽകുകയുണ്ടായി. ആ കാര്യം വിശദീകരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പ്രത്യേകം പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട്. ഓരോ മനുഷ്യനും അവൻ്റെ ജീവിതത്തിൻ്റെ ഈ അവസാന യാത്രയെക്കുറിച്ച് ചില കരുതി വെക്കലുകൾ ആവശ്യമാണ് എന്നാണ്. അതിന് പറയുന്ന പാഠമാണ്, ഒരു മനുഷ്യൻ മരിച്ചാൽ അവൻ്റെ പിന്നാലെ പിന്തുടർന്ന് പോകുന്നത് 3 കാര്യങ്ങളായിരിക്കും. യത്ബഉൽ മയ്യിത്തു സലാസത്തുൻ, 3 കാര്യങ്ങൾ ഒരു മയ്യിത്തിന്റെ പിന്നാലെ കടന്നു പോകും. അഹ്ലുഹു, അവൻ്റെ കുടുംബമാണ് ആദ്യത്തേത്. കുടുംബക്കാരെല്ലാവരും എല്ലാം മാറ്റിവെച്ചതിൻ്റെ പിന്നാലെയുണ്ട്. വമാലുഹു, അവൻ്റെ സമ്പാദ്യം എന്ന് വിശേഷിപ്പിക്കാവുന്ന അവൻ്റേതെന്ന് പറയുന്ന അവൻ്റെ മക്കൾ, അവൻ്റെതായ അധ്വാനം കൊണ്ടുണ്ടാക്കിയെടുത്തവൻ ശിഷ്യന്മാർ, അവൻ്റെ സുഹൃത്തുക്കൾ, അവൻ്റെ ആദർശ സഹോദരങ്ങൾ, അവരൊക്കെ ഉണ്ടാകും അവൻ്റെ പിന്നിൽ. 3-മതൊന്ന് നമ്മൾ കാണാത്ത ഒരാളുണ്ട്, അമലുഹു, അവൻ്റെ പ്രവർത്തനങ്ങൾ അവൻ്റെ കൂടെയുണ്ട്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഫയർജിഉ ഇസ്നാൻ, ഇത്രയും വലിയ ജീവിത ആയുസ് നേടിയിട്ട് ഒരുപാട് സമ്പാദ്യങ്ങൾ ശേഖരിച്ചു വെച്ചിട്ട്
ഒരുപാട് കാലം ഈ ദുനിയാവിൽ ജീവിച്ചിട്ട് ആകെ 3 എണ്ണമാണ് കൂടെ പോകുന്നത്. ഫയർജിഉ ഇസ്നാനി, അതിൽ തന്നെ 2 എണ്ണം മടങ്ങിപ്പോരുന്നവയാണ്. ബന്ധുക്കള്, കുടുംബക്കാര്, സുഹൃത്തുക്കളൊക്കെ മടങ്ങിപ്പോരാണ്. ഫയബ്ഖാ വാഹിദുൻ, ഒന്ന് മാത്രമാണ് ഇനി അവന്റെ കൂടെ ഉണ്ടാവുക. അമലുഹു, അവന്റെ പ്രവർത്തനങ്ങളായിരിക്കും. ഒരു മനുഷ്യൻ ചെയ്ത എല്ലാ നന്മകളും തിന്മകളും അടങ്ങുന്ന അവന്റെ ജീവിതത്തിൽ കർമ്മമായി രേഖപ്പെടുത്തപ്പെട്ടതെല്ലാം അവന്റെ കൂടെയുണ്ടാകും. അതുകൊണ്ടാണ് പലരും മരിക്കുന്ന സമയത്ത് ഒരു അമല് ചെയ്യാൻ കൊതിച്ചു പോകുന്നത്. റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്, റബ്ബേ എനിക്ക് എൻ്റെ ഈ മരണത്തിൻ്റെ സമയമൊന്ന് നീട്ടിത്തന്നാൽ, ഒരല്പസമയം കൂടി എനിക്കൊന്ന് പിറകോട്ട് സഞ്ചരിക്കാൻ സമയം തന്നാൽ ഞാൻ എന്തു ചെയ്യാം? ഞാൻ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ കർമ്മം ചെയ്യാന്നാ പറയുന്നത്. ഫഅസ്സദ്ദഖ, ഞാൻ ദാനം ചെയ്യാം. വഅകും മിനസ്സാലിഹീൻ, ഞാൻ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിലായിക്കോളാം. ഇതാണ് ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട പണി. പക്ഷേ അത് മരണസമയത്ത് കരഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ആ വിലാപങ്ങൾ വെറുതെയാണ്. ലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, അള്ളാഹു നിശ്ചയിച്ച സമയം അടുത്തു വന്നു കഴിഞ്ഞാൽ ആര് എത്ര ഉച്ചത്തിൽ കരഞ്ഞാലും അവധി നീട്ടിക്കിട്ടുന്ന പ്രശ്നമേ അവിടെ വരാനില്ല. പരലോകത്ത് എത്തിക്കഴിഞ്ഞാലും മനുഷ്യർ വിലപിക്കുന്നത് പണം ഉണ്ടാക്കിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ടല്ല. പരലോകത്തെത്തിയാലും മനുഷ്യൻ വിലപിക്കുന്നത് എനിക്ക് ഇന്ന സൗകര്യങ്ങൾ കിട്ടിയില്ലല്ലോ. ഒരു ഐഫോൺ കിട്ടിയിരുന്നെങ്കിൽ, ഒരു നല്ല ബുള്ളറ്റിന്റെ ബൈക്ക് കിട്ടിയിരുന്നെങ്കിൽ, ചെറുപ്പക്കാരുടെയൊക്കെ മനസ്സിൽ കൗതുകം തോന്നിപ്പിക്കുന്ന പലതും ഇന്ന് ദുനിയാവിലുണ്ട്. അത് കിട്ടാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തവർ എത്ര പേരുണ്ട് നമ്മുടെ നാട്ടിൽ. എന്നാൽ പരലോകത്ത് എത്തിയാൽ മനുഷ്യൻ കെഞ്ചുന്നത് ഇതൊന്നുമല്ല. യഖൂലു യാ ലൈതനീ ഖദ്ദംതു ലിഹയാതി, എൻ്റെ ജീവിതകാലത്ത് ഞാൻ എന്തെങ്കിലും എനിക്ക് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. എനിക്കാവശ്യമായ പ്രവർത്തനങ്ങൾ, ഞാൻ ചെയ്യേണ്ടുന്ന എൻ്റെ അമലുകൾ ഞാൻ നന്നായി പ്രവർത്തിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അതും കഴിഞ്ഞു, സമയം കഴിഞ്ഞു. ഇനി ആ വിലാപങ്ങളൊക്കെ വെറുതെയാണ്. അതുകൊണ്ടാണ് അള്ളാന്റെ ഖുർആൻ നമ്മളോട് 2 സ്ഥലത്ത് പറഞ്ഞ വാക്ക്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, അള്ളാനെ സൂക്ഷിക്കണേ. വൽ തൻളുറ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് എല്ലാവരും ഒന്ന് ആലോചിക്കണം, ചിന്തിക്കണം, നോക്കണം. വത്തഖുല്ലാഹ്, വീണ്ടും നിങ്ങൾ അള്ളാനെ സൂക്ഷിക്കണേ. ദുനിയാവിൽ വീണു പോകരുത്. ദുനിയാവിൻ്റെ മോഹങ്ങളുടെ പേരിൽ ചതിയിൽ പെട്ടുപോകരുത്. ഇത് വഞ്ചനയുടെ ലോകാണ്. എപ്പോൾ വേണമെങ്കിലും നമ്മളൊക്കെ പിരിഞ്ഞു പോകും. സ്വപ്നങ്ങളുടെ കൂമ്പാരങ്ങൾ കൊണ്ട് ജീവിക്കുന്നവരാണ്. ഒന്നും ഇവിടെ സാക്ഷാത്കരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയില്ല. സമ്പൂർണമായ സന്തോഷം നേടാവുന്ന ലോകം പരലോകമാണ്. അതുകൊണ്ട് ദുനിയാവിൻ്റെ വഞ്ചനയിൽ പെട്ടുപോകാതെ സൂക്ഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി പ്രിയപ്പെട്ടവരെ, ഈ കർമ്മമാണ് നമ്മുടെ കൂടെ, ഖബറടക്കത്തിൻ്റെ കൂടെ നടക്കുന്ന പ്രവർത്തനം. അതിനകത്തേക്ക് കൊണ്ടുപോയി വെക്കുമ്പോൾ അവൻ്റെ അമലവൻ്റെ കൂടെയുണ്ട്. അത് നമുക്കൊരാൾക്കും പറയാൻ കഴിയില്ല. എത്രയുണ്ട്, എങ്ങനെയുണ്ട്, എന്താകും അവസ്ഥ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. 3 കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് ഒരാളുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുക. അത് പരിശോധിക്കണം. അവിടേക്ക് വേണ്ടത് അതാണ്. അതുകൊണ്ടാണ് മനുഷ്യരോട് പറയുന്നത്, അതിലൊന്നാമത്തേത് ഇഖ്ലാസാണ്. നിഷ്കളങ്കമായി അള്ളാന്റെ കൂലി കിട്ടണം എന്ന് വിചാരിച്ച് ചെയ്തതായിരിക്കും നമുക്ക് കൂലി കിട്ടുക. നിയ്യത്ത് സുപ്രധാനമാണ്. എന്ത് ചെയ്യുമ്പോൾ, ദുഹാ നമസ്കരിക്കുമ്പോൾ, ഖിയാമുൽ ലൈൽ നിസ്കരിക്കുമ്പോൾ, സ്വതക്ക കൊടുക്കുമ്പോൾ, ഖുർആൻ ഓതുമ്പോൾ, പള്ളിക്ക് നേരത്തെ വരുമ്പോൾ, പള്ളിയിൽ ഖുതുബക്ക് വരുമ്പോൾ, എല്ലാത്തിൻ്റെയും ഇഖ്ലാസ് എന്താണ്, നിയ്യത്ത് എന്താന്ന് നോക്കിയായിരിക്കും അത് സ്വീകരിക്കുക. 2 വല്ലിത്തിബാ, ആ ചെയ്യുന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ പിൻപറ്റി ചെയ്തതാണെങ്കിലേ കൂലി കിട്ടൂ. എന്ത് നമ്മുടെ കർമ്മത്തിന്റെ പ്രതിഫലം തീരുമാനിക്കപ്പെടും എപ്പോഴാണ്? ഇത് നബിതങ്ങൾ ചെയ്തതുപോലെ ചെയ്യുമ്പോഴാണ് അതിന്റെ പ്രതിഫലം സ്വീകരിക്കപ്പെടുക. 3-മത്തേത് വദ്ദുആഉ ലിഖബൂലിഹി, ചെയ്ത പ്രവർത്തനം സ്വീകരിക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോഴാണ്.
കുറെ ചെയ്തു കൂട്ടിയാ പോരാ. പടച്ചോനെ, ഇതൊക്കെ സ്വീകരിക്കണമെന്ന മനസ്സിന്റെ വിനയാന്വിതമായ പ്രാർത്ഥനയും അപേക്ഷയും ഉണ്ടാകണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർമ്മങ്ങളെല്ലാം ഇഖ്ലാസിലായി മാറണം. നബിതങ്ങൾ പഠിപ്പിച്ചതുപോലെ ഇത്തിബാ ചെയ്തെങ്കിലേ നമുക്ക് കർമ്മത്തിന് സ്വീകാര്യതയുള്ളൂ. അതേത് കാര്യത്തിലും ബാധകമാണ്, എല്ലാത്തിലും അത് ബാധകമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനാസയുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ച കിതാബുകൾ വായിച്ചാൽ ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നും സമൂഹം ഇതെന്താണ് പഠിക്കാത്തതെന്ന് നമുക്ക് തന്നെ സ്വയം തോന്നിപ്പോകും. നമുക്ക് കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലത്ത് പ്രിയപ്പെട്ട മക്കളെ പലരെയും ജീവിതത്തിൽ കൊണ്ടുപോയി മറവ് ചെയ്തിട്ടുണ്ട്. വിഷമത്തോടുകൂടി, അതും ആൺകുട്ടികൾ മരിച്ചു പോവുകയായിരുന്നു. നബി തങ്ങൾക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ കാലശേഷവും നല്ലവരായ ആൺകുട്ടികളെ കിട്ടാനുള്ള മോഹം ഉണ്ടായിരുന്നു. ആ മക്കളിങ്ങനെ, ആൺമക്കളൊക്കെ ഇങ്ങനെ മരിച്ചു പോകുമ്പോൾ ശത്രുക്കൾ നിന്ന് പരിഹസിക്കുകയാണ്, അബുത്തറാണ്, വാലറ്റവനാണ്, ഇനി ഒരു പരമ്പര ഇല്ലാതെ പോകുന്നയാളാണ് എന്നിങ്ങനെ പരമാവധി നബിതങ്ങളുടെ മക്കൾ മരിക്കുമ്പോൾ പോലും അതിൽ കൊത്തി നോവിക്കുന്നവരായിരുന്നു കൂടെയുണ്ടായിരുന്ന പലരും. ഇനി മാത്രമല്ല, പ്രിയപ്പെട്ടവരായ നബിതങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അമൂല്യ നിധിയായിരുന്ന രണ്ടുപേര്, ഒന്ന് ഖദീജ റളിയല്ലാഹു അൻഹാ. ചരിത്രം പഠിക്കാത്തവരൊക്കെ, ഭാര്യമാര്, ഭർത്താക്കന്മാര്, ഉമ്മമാര്, ഏവർക്കും പഠിക്കാൻ ബീവി ഖദീജ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം വായിച്ചു നോക്ക്. ആ ബീവിന്റെ കൂടെ ജീവിക്കുന്ന സമയത്ത് നബിക്ക് മറ്റൊരു ഭാര്യ ഉണ്ടായിരുന്നില്ല. നബിന്റെ വിഷമങ്ങൾ നിറഞ്ഞ, പ്രതിസന്ധി നിറഞ്ഞ ഘട്ടത്തിലൊക്കെ ചേർത്ത് പിടിച്ച് മാറോട് ചേർത്തവരാണ് ഖദീജ ബീവി. കിട്ടാവുന്ന പരമാവധി സമ്പത്ത് നബിക്ക് കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്. നബി തങ്ങൾക്കെതിരെ വരുന്ന വിമർശനങ്ങൾക്ക് എഴുന്നേറ്റ് മറുപടി പറഞ്ഞിട്ടുണ്ട്. നബി തങ്ങളുടെ ജീവിതത്തിന്റെ കയ്പും മധുരവും ഒരുപോലെ പങ്കിട്ടവരായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹാ. ഖദീജ ബീവി മരിച്ചതിന് ശേഷം അന്ന് രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത ദിവസങ്ങളിലൊക്കെ ആ വീടിന്റെ ഉള്ളിൽ ഇരുന്ന്, രാത്രിയുടെ ഇരുട്ടിലിരുന്ന് ഒരാളും അറിയാതെ തേങ്ങിക്കരയുകയായി. അലി റളിയല്ലാഹു അൻഹു അന്ന് കുട്ടിയാണ്. അദ്ദേഹം പറയാണ്, ഒരു ചെറിയ കുഞ്ഞു കുട്ടി മൂലയിലിരുന്ന് കരയുന്ന പോലെ തേങ്ങി തേങ്ങി കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഖദീജ ബീവിന്റെ മരണം നബിതങ്ങളുടെ ജീവിതത്തിൽ വല്ലാത്ത പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു. അതുപോലെ തന്നെ തൻ്റെ കുടുംബത്തിലെ വല്ലാത്ത പിന്തുണയായിരുന്ന ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മരണവും വല്ലാത്ത പ്രതിസന്ധി നബിതങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കി. എങ്കിലും അവരെയൊക്കെ മറവ് ചെയ്തതും, അവരെയൊക്കെ കഫൻ ചെയ്തതും, അവരെയൊക്കെ കുളിപ്പിച്ചതും ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. അവരുടെ ജനാസ എടുത്തു പോകുമ്പോൾ നബിതങ്ങൾ ഉച്ചത്തിൽ ഒരു വാക്ക് ഉറക്കെ പ്രഖ്യാപിച്ചിട്ടില്ല. നബിതങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പലപ്പോഴായി അങ്ങാടികളിൽ പിറച്ച് പ്രഖ്യാപിച്ചയാളാ. എന്നാൽ ജനാസ കൊണ്ടുപോകുമ്പോൾ ശബ്ദമിട്ട് ഒച്ച വെച്ചിട്ടില്ല. ഒരു ആയത്ത് ഏതെങ്കിലും ഒന്ന് ഉറക്കെ ഓതിയിട്ടില്ല. ഏതെങ്കിലും ഒരു കലിമത്ത് പ്രത്യേകമായ ഉച്ചത്തിൽ സംസാരിച്ചിട്ടില്ല. മറ്റു അനാവശ്യ വാഗ്ദോരണികളോ സംസാരങ്ങളോ ജനാസ കൊണ്ടുപോകുമ്പോൾ ഉണ്ടായിട്ടില്ല. നബി തങ്ങളെ കണ്ടുപഠിച്ച സ്വഹാബത്തും അത് പറയുന്നുണ്ട്. ഞങ്ങളാരും അത്തരം ഒരു ചര്യ കണ്ടതായി ഞങ്ങളുടെ ചരിത്രത്തിലില്ല. അതുകൊണ്ട് തന്നെയാണ് ഉലമാക്കന്മാര് പറയുന്നത്, എന്തുകൊണ്ടാണ് ഒരു മനുഷ്യന്റെ ജനാസയും ചുമന്നു കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കരുതെന്ന് പറയാനുള്ള കാരണം, ബിസ്സകീനതി, സമാധാനത്തോടെ ശാന്തമായി മയ്യത്ത് കൊണ്ടുപോകണം. ഇത് മുദ്രാവാക്യം വിളിക്കുന്ന പോലെയാണ് പലരും ജനാസ എടുത്ത് കൊണ്ടുപോണത്. അപ്പോൾ ആളുകൾ ചോദിക്കും, എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹ് നല്ലതല്ലേ, അത് പറയുന്നത് നല്ലതല്ലേ എന്നവർ ചോദിക്കുകയാണ്. തിരിച്ച് നമ്മളും അവരോട് പറഞ്ഞു കൊടുക്കുക, പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് തുമ്മിയാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയും. എന്നാൽ ഒരാൾ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് ഇത് പറഞ്ഞാലോ സ്വലാത്ത് നല്ലതല്ലേ? അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് നല്ലതല്ലേ? ആണല്ലോ. എന്നാൽ അത് തുമ്മിയാൽ ചേർത്ത് പറയാൻ എന്താ മാർഗം? ഒരു മാർഗവുമില്ല. അത് പ്രവാചകന്റെ ചര്യയിലില്ലാത്തതാണ്. അൽഹംദുലില്ലയാണ് അവിടെയുള്ള മര്യാദ. എന്നതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരുപാട് ഫദ്ലുകളുണ്ട്, ദിക്റുകൾക്ക് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്, അതുപോലെ തന്നെ വാരിദായ പ്രാർത്ഥനകൾക്ക് മഹത്വമുണ്ട്. എന്നാൽ നിശബ്ദമായി ഇസ്തിഗ്ഫാറോടെ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, നമ്മുടെ ഗുണത്തിന് വേണ്ടി നമ്മളും പ്രാർത്ഥിച്ചുകൊണ്ട്, അള്ളാഹുവിനെ ഓർത്ത്, പരലോകത്തെ ഓർത്ത് നിശബ്ദമായി നടന്നു നീങ്ങാനാണ് സ്വഹാബത്തിന്റെ ചരിത്രം നബി തങ്ങൾ പഠിപ്പിച്ചതുമെല്ലാം. മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ കൊണ്ടുപോകുമ്പോൾ
70,000 മലക്കുകൾ വരെ സാക്ഷിയായിരുന്നെന്നാണ് ഖൗല് ഹദീസിൽ. ആ ജനാസ കൊണ്ടുപോകുമ്പോഴും അവർ പോയത് നിശബ്ദമായിട്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനം എന്താ? ഇതിന്റെ അടിസ്ഥാനം നിശബ്ദമായി കൊണ്ട് പടച്ച റബ്ബിനെ ഓർത്തുകൊണ്ട് മുന്നോട്ട് പോവുക. അവിടെ അനാവശ്യ സംസാരങ്ങളൊന്നും പാടില്ല. നമ്മളൊക്കെ പലപ്പോഴും പറയാറുണ്ട്, ഞങ്ങളൊക്കെ മദ്ഹബിന്റെ ആളുകളാണ്, ഞങ്ങൾ ഇന്ന ഇമാമിന്റെ ആളുകളാണ്, ഇന്ന പണ്ഡിതന്റെ ആളുകളാണ്. എങ്കിലൊന്ന് കേൾക്കണം, ഷാഫിഈ മദ്ഹബിലെ പ്രസിദ്ധനായ പണ്ഡിതനാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി. പ്രസിദ്ധനായ പണ്ഡിതനാ. കിതാബിൽ അൽ അദ്കാർ എന്ന കിതാബ് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ കിതാബിൽ പറഞ്ഞ വാചകങ്ങൾ വായിച്ചാൽ അവിടുത്തെ 145 പേജിൽ പറയുന്നുണ്ട്, ഒരു ജനാസയെ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതനാ പറയുന്നത്, വഇലം, നിങ്ങൾ അറിയണം, അന്ന സ്വവാബൽ മുഖ്താർ, ഏറ്റവും ശരിയായ കാര്യം, മാ കാന അലൈഹി സലഫ് റളിയല്ലാഹു അൻഹും മിനസ് സുകൂതി, മുമ്പ് കടന്നുപോയ ഉത്തമരായ സലഫ് സ്വാലിഹീങ്ങളായ സ്വഹാബത്ത് താബിഈങ്ങൾ അടക്കമുള്ളവർ സുകൂത്തായിരുന്നു പാലിച്ചിരുന്നത്. അറബി അറിയുന്നവരൊക്കെ ചോദിച്ചു നോക്ക്, സുകൂത്ത് നിശബ്ദത എന്നാണ് അർത്ഥം. അവരൊക്കെ അതായിരുന്നു ഏറ്റവും പരിഗണിച്ചത്. ഫീ ഹാലി സൈരി മഅൽ ജനാസതി, ജനാസന്റെ കൂടെ നടന്നു പോകുമ്പോഴെല്ലാം. ഇത് മതി നമുക്ക്. ഇതാണ് മുൻഗാമികളുടെ ചര്യ, ഇതാണ് മദ്ഹബിന്റെ കിതാബുകൾ പഠിപ്പിക്കുന്നത്, ഇതാണ് ഇമാമിയങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നത്. വേണമെങ്കിൽ ഏറ്റവും ഒടുവിലായി ഇന്നും ജീവിച്ചിരിക്കുന്ന പണ്ഡിതൻ സാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാ കിതാബ് എഴുതി വെച്ചു. ഇന്നും സൗദി അറേബ്യയിൽ ജീവിച്ചിരിക്കുന്ന മഹാനായ പണ്ഡിതനാണ് ഹഫിളഹുല്ലാ. അദ്ദേഹം പറയുകയാണ്, ഒരു മനുഷ്യൻ ജനാസന്റെ കൂടെ നടന്നു പോകുമ്പോൾ മശീഇഹസ് സകീന, അടക്കത്തോടെ ഒതുക്കത്തോടെ കരീകൾ ഉണ്ടാകരുത്, ഫോണുമ്മ കളിച്ചോണ്ട് പോകരുത്, വർത്താനം പറഞ്ഞു പോകരുത്, ഒരു ശാന്തതയും സമാധാനത്തിലും അവധാനതയിലും പോകണം. വലാ യർഫഊന അസ്വാതഹും, ഒരു കാരണവശാലും ശബ്ദം ഉണ്ടാക്കരുത്, ശബ്ദങ്ങൾ ബഹളങ്ങൾ ഉണ്ടാക്കരുത്. ലാ ബിഖിറാഅത്തിൻ, ഉറക്കെ ഖുർആൻ ഓതരുത്. വലാ ഗൈരിഹാ, മറ്റെന്തെങ്കിലും എടുത്തോതരുത്. മിൻ തഹ്ലീലിൻ വദിക്രിൻ, ലാ ഇലാഹ ഇല്ലല്ലാഹയോ മറ്റെന്തെങ്കിലും ദിക്റോ ഉറക്കെ പറഞ്ഞുകൊണ്ട് ജനാസന്റെ കൂടെ പോകരുത്. ഇതെല്ലാം പഠിപ്പിച്ചത് മഹാനായ നബി തങ്ങളുടെ ഇത്തിബായിലാണെന്ന് മനസ്സിലാക്കുക. ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ നമ്മളോട് പഠിപ്പിച്ചത് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, ബിസ്മില്ലാഹ് വഅലാ മില്ലത്തി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറഞ്ഞിട്ടാണ് നമ്മൾ ഖബറിലേക്ക് വെക്കുക. ഖബറിലേക്ക് വെച്ച ജനാസ ഒരൽപ്പം വലതു ഭാഗത്തേക്ക് ചെരിച്ച് കിബിലയിലേക്ക് ചെരിച്ച് വെച്ചുകൊണ്ട് വേണം കെടുത്താൻ. കിബില എന്ന് പറയുന്നത് നമുക്ക് വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ രാത്രിയിലെ കിടത്തത്തിൽ പോലും പാലിക്കണം. കിബിലക്ക് നേരെ നിന്നുകൊണ്ട് മലമൂത്ര വിസർജനം നടത്താൻ പാടില്ല. മുൻപിൽ മറ ഇല്ല എങ്കിൽ പാടില്ല. മുൻപിൽ ഒരു ചുമരോ മറ്റോ മറയുണ്ടെങ്കിൽ വിലക്കപ്പെട്ടിട്ടില്ല. കിബിലയോടൊരു ബഹുമാന ആദരവ് എല്ലാ സമയത്തും നമുക്ക് ആവശ്യമാണ്. നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, കഅബ ആലയത്തിന്റെ ബഹുമതി പഠിപ്പിക്കുകയാണ്. ഖിബിലത്തുക്കും, കഅബ എന്നത് നിങ്ങളുടെ ഖിബിലയാണ്. അഹ്യാഅം വ അംവാതാ, ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചോർക്കുള്ളതാണത്. എന്നുവെച്ചാൽ മരിച്ചു കിടക്കുമ്പോൾ പോലും കിബിലക്ക് തിരിച്ചാണ് കിടത്തുന്നത്. അത് ചെയ്യണം എന്നർത്ഥം. വയർഫഉൽ ഖബറു അനിൽ അർളി ഖദ്റ ശിബ്രിഹാ, അതുപോലെ തന്നെ അവിടുന്ന് കിടത്തിയിട്ട് മണ്ണെല്ലാം ഇട്ട് മൂടിപ്പോന്ന് അവസാനം ആ ഖബർ ഉയർത്തണം, അല്പം ഉയരം വെക്കണം. എത്ര ഉയർത്തണം? ഖദ്റ ശിബ്രിഹാ, ഒരു ചാണ് ഉയരത്തിൽ അത് ഉയർത്തി വെക്കണം. സാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാ പറയാണ്, എന്തിനാണ് ഖബർ ഒരു പിടി മണ്ണ് അധികം മേലേക്ക് ഇട്ടുവെക്കുന്നത്? എന്തിനാ? അവിടുന്ന് പറയാണ്, ലിയഅരിഫൽ ഖബറ, അവിടെ ഒരു ഖബറുണ്ടെന്ന് മറ്റുള്ളവർ അറിയാൻ വേണ്ടിയാണ്. അത് സാധാരണ ചവിട്ടി നടക്കാൻ പാടില്ല, അതൊരു വഴിയായിട്ട് സ്വീകരിക്കാൻ പാടില്ല. അപ്പൊ അവിടെ ഒരു ഖബറുണ്ടെന്ന് അറിയണോ? അല്പം ഉയർത്തി വെക്കണം. ഒരു ചാണ് ഉയരം മതിയായതാണ്. പിന്നീട് ഉലമാക്കന്മാർ പറയാറുണ്ട്, അല്പം വെള്ളം വേണമെങ്കിൽ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കാം. അതും എന്തിനു വേണ്ടിയാ? മണ്ണ് ഇങ്ങനെ പൊടിപാറിയും മറ്റുമൊക്കെ അതിൻ്റെ മണ്ണ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, ഒന്ന് അമർന്നു കിടക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു കാര്യം ഹദീസിൽ വളരെ പ്രാധാന്യത്തോടെ പഠിപ്പിച്ചത്, ആ ജനാസന്റെ മുഴുവനായ മണ്ണിട്ട് മൂടി ഖബറടക്കം കഴിഞ്ഞാൽ, ദഫൻ കഴിഞ്ഞാൽ ഇനി ചെയ്യേണ്ട പണി ഇസ്തഗ്ഫിറൂ ലി അഖീകും. ഇതിനാണ് നമുക്ക് സമയമില്ലാത്തത്.
മയ്യത്തിനെ പോയി കണ്ടു, ചിലപ്പോൾ നിസ്കരിക്കാൻ നമ്മൾ നിന്നു. പക്ഷെ നമ്മൾ എത്ര ജനാസയെ അതിന്റെ അവസാനത്തെ ഫിനിഷിംഗ് പോയിന്റ് വരെ കൂടെ നിൽക്കാൻ നമ്മൾ എത്ര പേരുണ്ടാകലുണ്ട്. ഇസ്തഗ്ഫിറൂ ലി അഖീകും, നിങ്ങളുടെ മരണപ്പെട്ട സഹോദരന് വേണ്ടി നിങ്ങൾ പാപം പൊറുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ മനുഷ്യനൊന്നും പറയാൻ കഴിയില്ല. ഇനി ആ മനുഷ്യന് വേണ്ടി നിങ്ങൾ അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ ചോദിക്കണം. അല്ലാഹുവേ അവന് പുറത്തു കൊടുക്കണം, അല്ലാഹുവേ ഖബറിൽ അവന് രക്ഷ നൽകണം, അല്ലാഹുവേ അവന്റെ ബുദ്ധിമുട്ടുകൾ ഖബറിനകത്തുനിന്ന് മാറ്റിക്കൊടുക്കണം. ഇതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇസ്തഗ്ഫിറൂ ലി അഖീകും, നിങ്ങളുടെ ആ സഹോദരന് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തണം. വസ്അലൂ ലഹു തസ്ബീത, അവന് സ്ഥൈര്യം കിട്ടാൻ, ഖബറിനകത്തുള്ള ചോദ്യങ്ങളിൽ സ്ഥിരത ലഭിക്കാൻ നിങ്ങൾ അല്ലാഹുവോട് ചോദിക്കണം. ഫഇന്നഹുൽ ആന യുസ്അൽ, ഇപ്പോൾ ഖബറടക്കം കഴിഞ്ഞാൽ അവൻ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഖബറിനകത്ത് ചോദ്യമുണ്ട്. ഹദീസിൽ വന്ന വാക്കാ. നമ്മുടെ ജീവിതത്തിനെ കുറിച്ച് കൃത്യമായ ചോദ്യം ചെയ്യപ്പെടലുണ്ട്. ആരാണ് നിന്റെ റബ്ബ്? നിന്റെ ദീൻ ഏതാണ്? പ്രവാചകനെ കുറിച്ച് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താനുള്ള ഒരേ ഒരു സ്ഥലം ഈ ദുനിയാവാണ്. ഇവിടുന്ന് മറുപടി കണ്ടെത്താതെ നമ്മൾ ആർക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ചാലും, എവിടെ ഇൻകുലാബ് വിളിക്കാൻ പോയാലും, എന്തിൻ്റെ പിന്നിൽ നമ്മൾ നമ്മുടെ സമയം കളഞ്ഞാലും, അവസാനം മാറടി മണ്ണിൻ്റെ ഉള്ളിലെ ചോദ്യങ്ങൾക്ക് നമ്മൾ തന്നെ ഉത്തരം പറഞ്ഞേ പറ്റൂ. ഇതൊരു വല്ലാത്ത പരീക്ഷണം. അതുകൊണ്ടാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം വീട്ടുന്നതിന്റെ മുമ്പ് പ്രാർത്ഥിച്ചു, اللهم إني أعوذ بك من عذاب القبر ومن عذاب النار ومن فتنة المحيا والممات ومن فتنة المسيح الدجال. അല്ലാഹുവേ, ഖബറിന്റെ അദാബിൽ നിന്ന് ഞാൻ രക്ഷ ചോദിക്കുകയാണ്. അല്ലാഹുവേ, നരകത്തിന്റെ അദാബിൽ നിന്ന് ഞാൻ രക്ഷ ചോദിക്കുകയാണ്. നിസ്കാരത്തിനകത്ത് വരെ ഇല്ലാത്ത കാര്യത്തിന് നബി പ്രാർത്ഥിക്കോ? ഖബറിനകത്ത് അദാബുണ്ട്, അത് ശ്രദ്ധിക്കണം. അതിന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹമു എന്ന ആശയം വരുന്ന പ്രാർത്ഥനകൾ ചെയ്യാം. ഇന്ന വാക്കുകൾ തന്നെ ആവണമെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ഇസ്തിഗ്ഫാർ നടത്താൻ, തസ്ബീഹിന് വേണ്ടി ചോദിക്കാൻ എപ്പോഴാണ്? ഖബറടക്കം കഴിഞ്ഞാലാണ് അത് ചെയ്യേണ്ടത്. ചില ഹദീസ് പറയുന്നുണ്ട്, ഒരു ഒട്ടകത്തിനെ അറുത്ത് അതിൻ്റെ മാംസം വിതരണം ചെയ്യുന്ന സമയം വരെ നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് ഇസ്തിഗ്ഫാർ ചോദിക്കണം. ഇതൊക്കെയാണ് നമുക്ക് ഒരാൾക്ക് വേണ്ടി ചെയ്യേണ്ടത്. അതാണ്. എന്നാൽ ചില പള്ളികളിൽ ചെന്നാൽ, നമ്മുടെ ഇവിടെ തന്നെ ചില ഖബർസ്ഥാനുകളിലൊക്കെ ആ സമയത്ത് ചെന്ന സമയത്ത്, ഖബറടക്കുന്ന സമയത്തൊക്കെ ചെല്ലുമ്പോൾ ഈ ഇസ്തിഗ്ഫാറിനും തസ്ബീഹിനും പകരമായി ചിലരൊക്കെ സൂറത്തുൽ മുൽക്ക് ഓതിപ്പിക്കുകയാണ്. ഒരു മനുഷ്യൻ അയാളുടെ ജീവിതകാലത്ത് സൂറത്തുൽ മുൽക്ക് ജീവിതകാലത്ത് പാരായണം ചെയ്യുന്ന, അതിനെ ഉൾക്കൊള്ളുന്നവനാണെങ്കിൽ അവന് ഖബറിൽ രക്ഷ ലഭിക്കുമെന്ന ഹദീസുണ്ട്. ശരിയാണ്. അത് മരിച്ചാൽ നാട്ടുകാരെല്ലാവരും ഓതിക്കൊടുത്താ രക്ഷപ്പെടുന്നല്ല. ചില സ്ഥലത്ത് ചെന്നാൽ ഖബറടക്കുന്ന സമയത്ത് യാസീനോത്താണ്. അവിടെ ഖബറിന്റെ അരികിൽ നിന്നുകൊണ്ട് യാസീൻ ഓതാൻ പഠിപ്പിക്കപ്പെട്ട ഒരു ഹദീസുമില്ല. സൂറത്ത് യാസീൻ പഠിപ്പിച്ചത് എന്താണ്? ലിയുൻദിറ മൻ കാന ഹയ്യാ, ഇത് ജീവിച്ചിരിക്കുന്നവർക്കുള്ള താക്കീതാണ്. ഇത് ജീവിച്ചിരിക്കുന്നവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ് സൂറത്ത്. അത് അവർക്ക് കിട്ടാനുള്ളതാണ് ഈ ഖുർആൻ എന്നർത്ഥം. വേറെ ചില സ്ഥലങ്ങളിൽ ചെന്നാൽ കാണാം, ഖബറടക്കം കഴിഞ്ഞ് തസ്ബീഹൊക്കെ ചൊല്ലിക്കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് പള്ളിയിലെ ശൈഖായ ഖതീബായ നേതാവങ്ങ് വരും. അദ്ദേഹം വന്നിട്ട് ആ പള്ളിയിൽ നിന്ന് വന്നിട്ട് ഖബർസ്ഥാനിലേക്ക് വന്ന് മയ്യത്തിന്റെ തലക്ക് ഭാഗത്ത് ഇരുന്നിട്ട് ഇനി ഒരു വഅളങ്ങ് പറഞ്ഞു കൊടുക്കും. ഇത് കൊടുക്കാനാണ് മെമ്പർ തന്നത്, ഇത് പഠിപ്പിക്കാനാണ് ശമ്പളം തന്നിനത്, ഇത് ജനങ്ങൾക്ക് ദീന് പറഞ്ഞു കൊടുക്കാനാണ് പള്ളികളിൽ മജ്‌ലിസുകൾ സംഘടിപ്പിക്കേണ്ടത്. അപ്പോഴൊന്നും കൊടുക്കാത്ത ഉപദേശം ഒരു മനുഷ്യൻ മരിച്ച മണ്ണോട് ചേർന്ന് കഴിഞ്ഞാൽ തലക്കു ഭാഗത്തിരുന്ന് വിനയത്തോടെ പറയാണ്, കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്കാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. അങ്ങനെ പറഞ്ഞാൽ തുടങ്ങുക ചെയ്യുക.
എന്നിട്ട് തുടങ്ങിയിട്ട് അവസാനിപ്പിക്കുക എന്താ അറിയോ? ഇതാ ഇപ്പോൾ നിന്റെ അടുത്ത് ഇതാ ജാക്കൽ മലക്കാനി, 2 മലക്കുകൾ ഇപ്പോൾ നിന്റെ അടുത്ത് വരും. ഖബറിന്റെ മേലെന്ന് ഈ മനുഷ്യ ഉള്ളിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതും അറബിയിലാണ് പറഞ്ഞു കൊടുക്കുന്നത്. തിരിയണ ഭാഷയിലാണെങ്കിൽ നമുക്ക് എന്തേലൊക്കെ പറയുന്നു, ഇനി അതും അറബിയിലാണ് പറഞ്ഞു കൊടുക്കുന്നത്. നിന്റെ അടുത്ത് 2 മലക്കുകൾ വരികയാണ്. ആ മലക്കുകൾ വന്ന് നിന്നോട് ചോദ്യം ചോദിക്കുമ്പോൾ നീ പറയണം അല്ലാഹു റബ്ബി വ മുഹമ്മദുൻ നബിയ്യി വൽ ഇസ്ലാമു ദീനി. ഇതെന്നാ പഠിപ്പിക്കണ്ടത്? ഇതെപ്പോഴാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? എല്ലാം കഴിഞ്ഞ് നിശ്ചലമായി മണ്ണോട് ചേർന്നപ്പോൾ പഠിപ്പിക്കാനുള്ളതായിരുന്നു ഇത്. ആ മനുഷ്യന് ഒരല്പം ജീവൻ ബാക്കിയുണ്ടെങ്കിൽ കൊല്ലിക്ക് വന്ന് പിടിച്ചിട്ട് ചോദിക്കുമായിരുന്നു, എന്നോട് എന്താ നിങ്ങൾ പറഞ്ഞുതരാഞ്ഞത്? എല്ലാവരും ശ്രദ്ധിക്കുക. ഒരൊറ്റ ഹദീസിൽ, ഒരു മദ്ഹബിന്റെ കിതാബിൽ എവിടെയും കാണാൻ സാധ്യമല്ല മരിച്ച് മണ്ണോട് ചേർന്നതിന് ശേഷമുള്ള തൽഖീൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഉപദേശം കൊടുക്കുന്ന പരിപാടി ഇസ്ലാമിക ലോകത്ത് എവിടെയും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. ഇനി ആ ഖബറുകൾ, ആ ഖബറിനെ അല്പം ഉയർത്തിയതുപോലെ തന്നെ അതിൻ്റെ 2 അറ്റം തിരിച്ചറിയാൻ വേണ്ടി 2 കല്ലുകൾ വെക്കുന്നതിന് വിലക്കപ്പെട്ടിട്ടില്ല. 2 കല്ലുകൾ വെക്കാം. എന്തിനാ? ഇവിടെ മുതൽ ഇവിടം വരെ ഇവിടെ ഒരു ഖബറുണ്ട് എന്ന അതിർത്തി അറിയാൻ വേണ്ടി കല്ല് വെക്കാം. എന്നാൽ ആ കല്ലിൽ പേരെഴുതി വെക്കുക, 786 എഴുതി വെക്കുക, ബാപ്പ മരിച്ച ഡേറ്റ് എഴുതി വെക്കുക, വേറെ എന്തൊക്കെയോ നമ്മുടെ നാട്ടിൽ പണത്തിനനുസരിച്ച് കൊണ്ട് ഒന്നുകൂടി ഡിസൈന് കൂടിയ മുന്തിയ ഐറ്റം എഴുതി വെക്കുക. ഇത് പാടില്ല. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ നിരോധിച്ചിട്ടുണ്ട് അയുജസ്സൽ ഖബറ, ഖബർ ഇങ്ങനെ കുമ്മായം പൂശി വെളുപ്പിക്കുക എന്നത്, വഅയുക്തബ അലൈഹാ, ഖബറുമ്മ വല്ലതും എഴുതി വെക്കുക എന്നത്, വഅയുബ്ന അലൈഹാ, ഖബറുമ്മേൽ എടുപ്പുണ്ടാക്കുക എന്നത് വിലക്കപ്പെട്ടിരിക്കുന്നു. സാധാരണക്കാരനാണെങ്കിലും മഹാനാണെങ്കിലും പണ്ഡിതനാണെങ്കിലും എല്ലാവർക്കും ബാധകമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന്റെ 5 ദിവസം മുമ്പ് പറഞ്ഞു, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറാ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ. അംബിയാക്കന്മാരുടെ ഖബറുകൾ മസാജിദുകളാക്കി, സുജൂദിന്റെ കേന്ദ്രങ്ങളാക്കിയത് കൊണ്ട് യഹൂദി നസാറാക്കൾക്ക് ശാപം കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് അമ്പിയാക്കന്മാരുടെ പോലും ഖബറിടങ്ങളെ സുജൂദിന്റെയും ആരാധനയുടെയും കേന്ദ്രങ്ങളാക്കി മാറ്റിയവർക്ക് ശാപമുണ്ടെങ്കിൽ മറ്റൊരു ഖബറും അതിന് പാടില്ല എന്ന വിലക്ക് അവിടെ പഠിപ്പിക്കുകയാണ്. ഖബറിങ്ങളിലൂടെ നടക്കാൻ പാടില്ല, മേലെക്കൂടെ നടക്കാൻ പാടില്ല, നടക്കാൻ വേറെ വഴി ഉണ്ടാക്കണം. നമ്മൾ ചവിട്ടാൻ പാടില്ല. ചിലരങ്ങോട്ട് കയറി ചെന്ന് അങ്ങോട്ട് കാണുക. അപ്പൊ ഇനി ആരും അറിയണമെന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടോ എന്തോ ഖബർമ ചവിട്ടി നടക്കാൻ പാടില്ല, ഖബർമയിൽ പോയി ഇരിക്കാൻ പാടില്ല. എന്റെ വാക്കല്ല, സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങളിൽ ഒരാൾ ഒരു തീക്കട്ടമ്മ പോയി ഇരുന്ന് അത് വസ്ത്രത്തിൽ പിടിച്ച് പിന്നെ നിന്റെ തൊലിയിൽ പിടിച്ച് കത്തിക്കരിയുന്നതിനേക്കാൾ നല്ലത് ഖബർമ ഇരിക്കാതിരിക്കാം. ഖബർമ ഇരിക്കാതിരിക്കാണ് ഇതിനേക്കാൾ തീമ പോയിരിക്കാണ് ഇതിനേക്കാൾ നല്ലത് എന്നർത്ഥം. അതുകൊണ്ട് ഖബർമയിൽ ഇരിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. ഖബറിടം സ്ഥിരമായി സന്ദർശിക്കുന്ന സ്ത്രീകളെ ശപിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്ക് അങ്ങനെ ഖബർ സന്ദർശനം ഒരു പതിവാക്കിയ സംഭവമാക്കി മാറ്റുന്ന, അത് എന്ത് സിയാറത്തിന്റെ പേരും എന്ത് സിയാറത്ത് ടൂറിന്റെ പേരിട്ടാലും ഈ ഹദീസ് പള്ളി ദർസിൽ പഠിപ്പിക്കുന്ന ഹദീസാണ്. ലഅനല്ലാഹു സായിറാത്തിൽ ഖുബൂർ, ഖബറിടം അമിതമായി സന്ദർശിക്കുന്ന സ്ത്രീകളെ ശപിച്ചിരിക്കുന്നു. ഖബർസ്ഥാനുകളെ മസാജിദുകളാക്കി സുജൂദിന്റെ കേന്ദ്രങ്ങളാക്കിയവരെയും ശപിച്ചിരിക്കുന്നു. ഖബറുമേൽ വിളക്ക് കൊണ്ട് അലങ്കരിക്കുന്നവരെയും ശപിച്ചിരിക്കുന്നു. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്, ഖബർ സന്ദർശിക്കണം. എന്തിനാ ഖബർ സന്ദർശിക്കുന്നത്? സൂറുൽ ഖുബൂർ ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗത വതുദക്കിറുകുമുൽ ആഖിറ. ഇത് പരലോകം ഓർക്കാനുള്ളതാ, മരണം ഓർക്കാനുള്ളതാ, മനുഷ്യൻ നന്നാവാനുള്ളതാ, കരളലി കൽബനിഞ്ഞ് മനസ്സലിഞ്ഞ് സോഫ്റ്റാകാൻ വേണ്ടിയിട്ടാ ഖബർ സിയാറത്ത്. നമ്മുടെ എല്ലാ ഹുങ്കും എല്ലാ പൊങ്ങച്ചവും നമ്മുടെ വീറും വാശിയും പകയും വെറുപ്പും അൽഹാഖുമുത്തകാസുർ ഹത്ത
ഹത്താ സുർത്തുമുൽ മഖാബിർ, ഖബറിടം സന്ദർശിക്കുന്നത് വരെയുള്ളൂ, വായിലേക്ക് മണ്ണ് വീഴുന്നത് വരെയുള്ളൂ നമ്മുടെ ഈ കാട്ടിക്കൂട്ടലുകളും ഈ ധിക്കാരവും ഈ നിലക്കുള്ള മനുഷ്യരെ ഫസാദ് ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളും തമ്മിൽ തല്ലുന്നതും പിണങ്ങി നടക്കുന്നതും വീറും വാശിയും വൈരാഗ്യവും കൊണ്ട് നടക്കുന്നതും എല്ലാം തീരും ആ ഖബറിടത്തിൽ എത്തുന്നത് വരെ മനുഷ്യ നിനക്ക് അവസരമുള്ളൂ എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഖബർ സിയാറത്തും അനുബന്ധമായ ചില മര്യാദകളും ഒക്കെ വിശദീകരിക്കുന്ന കിതാബുകളിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. നമുക്കത് പഠിക്കണം, അറിയണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിൻ്റെ യഥാർത്ഥ വക്താക്കളാകാൻ നാട്ടുകാരെല്ലാവരും എതിർത്താലും, മഹല്ലുകാരെല്ലാവരും എതിർത്താലും, കുടുംബക്കാർ മുഴുവൻ ഒറ്റപ്പെടുത്തിയാലും, കല്യാണം ശരിയാവാതിരുന്നാലും, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നാലും അള്ളാന്റെ ദീനിന്റെ എതിരായി പ്രവർത്തിക്കുന്ന ഒരാളല്ല ഞാനെന്ന് പ്രഖ്യാപിക്കാനുള്ള ഊർജവും ആർജവവും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أيها الإخوة والأخوات أوصيكم وإياي ثانيا بتقوى الله. അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മൂന്നാളുകളുടെ പ്രാർത്ഥന തള്ളൂല. സലാസു ദഅവാതിൻ ലാ തുറദ്ദു. ഈ ഖുതുബക്ക് വന്ന നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ എന്താ കരകയറാത്തത്, എന്താ ഞാൻ ഉയരാത്തത്, ഞാൻ എന്താ എന്ത് ചെയ്താലും ശരിയാവാത്തത് എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. ഈ ഒരു വാക്ക് ശ്രദ്ധിച്ച് നോക്ക്. മൂന്നാളുകളുടെ പ്രാർത്ഥനയുണ്ടെങ്കിൽ അത് തള്ളിക്കളയാത്ത പ്രാർത്ഥനയാണ്. ഒന്ന്, ദഅവത്തുൽ വാലിദി, മാതാപിതാക്കളുടെ പ്രാർത്ഥന. നമ്മുടെ എന്തേത് സംരംഭങ്ങളുടെയും അടിത്തറ അവിടെ നിന്നായിരിക്കണം. അവരുടെ പ്രാർത്ഥന കൊണ്ട്, അനുഗ്രഹങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ആശീർവാദങ്ങൾ കൊണ്ട് തുടങ്ങാൻ നമുക്ക് കഴിഞ്ഞാൽ അതൊരു ഹൈറാണ്. രണ്ട്, വദഅവത്തു സ്വാഇമി, നോമ്പുകാരന്റെ പ്രാർത്ഥന. നമ്മുടെ കാര്യങ്ങൾക്ക് തടസ്സം നിൽക്കുമ്പോഴൊക്കെ ഇസ്ലാം പഠിപ്പിച്ച സുന്നത്തായ നോമ്പുകളൊക്കെ പാലിക്കുക. ആ നോമ്പുകൾ ഉള്ള സമയത്ത് തന്റെ ഹൈറിന് വേണ്ടി അവൻ പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥന അത് റമദാനിന്റെ നോമ്പ് മാത്രമല്ല, നോമ്പ് നോറ്റവന്റെ പ്രാർത്ഥനക്ക് ഉത്തരമുണ്ട്. മൂന്ന്, വദഅവത്തുൽ മുസാഫിർ, ഒരു യാത്രക്കാരൻ തന്റെ യാത്ര കഴിയുന്നത് വരെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്ന വ്യക്തിയാണ്. യാത്ര തോന്നിവാസങ്ങൾ കണ്ട് ആസ്വദിച്ച് നടക്കാനുള്ളതല്ല. യാത്ര ഹറാമുകൾ കൊണ്ട് നശിപ്പിക്കരുത്. ചാൻസ് ആണ്. ഒരു യാത്ര കിട്ടി എന്ന് പറഞ്ഞാൽ ആ യാത്രയുടെ ഗുണങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഗുണമാണ് അത് കഴിഞ്ഞു വരുന്നത് വരെ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. ഓരോ പ്രാർത്ഥനയും വലിയ ഫലപ്രദമാണ് എന്നതിന്റെ തെളിവുകളാണ് ചരിത്രത്തിൽ അതാ ബിൻ അബി റബാഹ്, മഹാവിജ്ഞാനിയായ മനുഷ്യനായിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, വല്ലതും ചോദിക്കുകയാണെങ്കിൽ, അതാഇന്റെ നാട്ടിൽ നിന്നാണോ നിങ്ങൾ എന്നോട് സംശയം ചോദിക്കാൻ വന്നത്? നിങ്ങൾക്ക് അദ്ദേഹം മതിയായവനാണ്. അദ്ദേഹത്തിന്റെ ഉമ്മയുടെ മഹത്തരമായ ത്യാഗമായിരുന്നു അതാ റളിയല്ലാഹുവിന്റെ ജീവിത ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലെ വളർച്ചയുടെ കാരണം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മാതാവിന്റെ അങ്ങേയറ്റത്തെ ആഗ്രഹം നബിന്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഏൽപ്പിക്കുകയാണ്, നബിയെ നിങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യാൻ എൻ്റെ മോനെ ഉപയോഗപ്പെടുത്തണം. അവിടുന്ന് നബി തങ്ങൾ പ്രാർത്ഥിച്ചു, അല്ലാഹുവേ അനസിന്റെ സമ്പത്തിലും അനസിന്റെ ജീവിത മാർഗങ്ങളിലും ബർക്കത്ത് കൊടുക്കണേ. മാതാവിന്റെ ആഗ്രഹവും നബി തങ്ങളുടെ പ്രാർത്ഥനയും ഒത്തുവന്നപ്പോൾ മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എത്ര വലുതാണ് എന്ന് വായിച്ചു നോക്കണം നമ്മൾ. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച മാതാപിതാക്കളുടെ ഗുണങ്ങൾ അനുഭവിച്ചവരാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി. വാപ്പ ചെറിയ നാളിൽ ചെറിയ പ്രായത്തിൽ മരിച്ചിട്ട് ഉമ്മയാണ് വലിയ തർബിയത്ത് കൊടുത്ത് മഹാനായ ഇമാം ഷാഫി തങ്ങൾക്ക്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി
കാഴ്ചശേഷി പോലും വലിയ പ്രയാസമായി നിൽക്കുന്ന ആളായിരുന്നു. ഉമ്മാന്റെ പൊട്ടിക്കരഞ്ഞുള്ള പ്രാർത്ഥന കൊണ്ടാണ് ഇമാം ബുഖാരി എന്ന് ലോകത്തറിയപ്പെടുന്ന മുഹദ്ദിസായി മാറിയിട്ടുള്ളത്. അതുകൊണ്ട് വാപ്പയുടെ, ഉമ്മയുടെ, മാതാപിതാക്കളുടെ പ്രാർത്ഥന നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉദ്ഉല്ലാഹ്, നിങ്ങൾ അല്ലാഹുവോട് എപ്പോഴും പ്രാർത്ഥിക്കണം. വഅൻതും മൂഖിനൂന ബിൽ ഇജാബ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന ഉറച്ച വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. വഅലമു അന്നല്ലാഹ ലാ യസ്തജീബു ദുആഅ മൻ ഖൽബിൻ ഗാഫിലിൻ ലാഹിൻ, അശ്രദ്ധയോടെ ഉത്തരം കിട്ടണമെന്ന ഒരു താല്പര്യമില്ലാത്തവന്റെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ജവാബ് കൊടുക്കൂല. ചെയ്യുന്ന പ്രാർത്ഥനകളുടെ മനസാന്നിധ്യവും പൊരുളും അറിഞ്ഞും അതിൽ ഉൾക്കൊണ്ടുകൊണ്ടും പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്നത് മുഴുവൻ അള്ളാഹിനോടായിരിക്കണം. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചവൻക്ക് അള്ളാഹു ഉത്തരം കൊടുക്കൂ. ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും, എൻ്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചവർക്കല്ലാതെ പരിഗണന ലഭിക്കുകയില്ല. എന്നോട് പ്രാർത്ഥിക്കൂ. ഉദ്ഉനി അസ്തജിബ് ലക്കും, എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. ഒരു മഹാനോടും ഒരു ശൈഖിനോടും ഒരു വലിയനോടും എത്ര കറാമത്തിന്റെ അത്ഭുതങ്ങൾ കണ്ടാലും അതെല്ലാം കൊടുത്ത റബ്ബിനോട് പ്രാർത്ഥിക്കാനുള്ള വിനയാന്വിതമായ മനസ്സാണ് നമ്മുടെ പ്രാർത്ഥനകൾ ഫലിക്കാനുള്ള മാർഗമെന്ന തിരിച്ചറിവുണ്ടാവുക. ഹറാമായ സാമ്പത്തിക മേഖലയിൽ നിന്ന് പൂർണ്ണമായി മോചനം നേടിയവൻക്ക് പ്രാർത്ഥന ഉത്തരം കിട്ടുള്ളൂ. കുടുംബബന്ധം വിച്ഛേദിച്ചവർ കുടുംബബന്ധം പുനഃസ്ഥാപിച്ചെങ്കിലേ അവന്റെ പ്രാർത്ഥനകൾ ആകാശ ലോകത്തേക്ക് പൊങ്ങുകയുള്ളൂ. പിണങ്ങി നടക്കുന്നവർ പിണക്കങ്ങൾ നിർത്തിവെച്ചെങ്കിലേ അവന്റെ പ്രാർത്ഥനകളുടെ പൊരുൾ അള്ളാഹുവിന്റെ ആകാശ ലോകത്തേക്ക് കയറിപ്പോവുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥന തള്ളപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് മാറി നമ്മുടെ ദുആ കൊണ്ട്, നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് സ്വീകരിക്കപ്പെട്ട അവസ്ഥകളായി സ്വർഗം നേടാൻ പറ്റുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ അവരുടെ ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, അവർ അനുഭവിക്കുന്ന എല്ലാവിധ പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കണമേ. പലരുടെയും മാതാപിതാക്കൾ രോഗികളായവരുണ്ട്, പൂർണ്ണമായ ശിഫ നൽകണേ റഹ്മാനെ. ഈ സദസ്സിലും പലരും രോഗികളായവരും വിഷമങ്ങൾ അനുഭവിക്കുന്നവരും വാർദ്ധക്യ സഹജമായി പ്രയാസപ്പെടുന്നവരൊക്കെ ഉണ്ട്. റബ്ബേ, ആഫിയത്തുള്ള ദീർഘായുസ് അവർക്ക് പ്രദാനം ചെയ്യണമേ. മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ. ഞങ്ങളുടെ മക്കളെ, കുടുംബത്തെ സ്വാലിഹീങ്ങളാക്കി തരണമേ റഹ്മാനെ. അല്ലാഹുവേ, നാളെ നിന്റെ പരലോക കോടതിയിൽ നിന്യരാകുന്ന നരകക്കാരിൽ ഞങ്ങളെ പെടുത്തല്ല റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ രാജ്യത്ത് നിർഭയത്വത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ, മതമനുസരിച്ച് ജീവിക്കാൻ, മതം പ്രബോധനം ചെയ്യാൻ, മതത്തിന്റെ വക്താക്കളായി ജീവിക്കാൻ ഞങ്ങളെ നീ സഹായിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد والحمد لله رب العالمين.